ഇവിടെ ഈ കടയെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് കണ്ടപ്പോഴാണ് തൊട്ടടുത്ത് ഇതുപോലത്തെ ഒരു ഹോട്ടൽ ഉണ്ടെന്ന് അറിഞ്ഞത്. അവിടെ മാത്രമേ ഉള്ളൂ, സാധനമില്ല പുറത്തൊന്നും. ഊട്ടിയിലെ പാഷൻ ഫ്രൂട്ടിന്റെ പ്രത്യേകത എന്താ? നല്ല സ്വീറ്റാണ്, നല്ല മധുരമാണ്. വലിയ ഹോട്ടലിലൊക്കെ പോയി ഫുഡ് കഴിക്കുന്നതിനേക്കാളും ഇവിടെ വന്നിരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു തൃപ്തി നല്ലതാണ്. സൂപ്പറാണ്. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ശരിക്കും നല്ല ഗ്രാമാന്തരീക്ഷത്തില് റോഡിന്റെ ഇരുവശവും ഒരു ഹോട്ടലുള്ള ഒരു സ്ഥലം. അതെവിടാന്നറിയാമോ? കുഞ്ചുന്റെ കട. കുഞ്ചുന്റെ കട എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എവിടാന്ന്? അപ്പൊ ഞാൻ കുഞ്ചുന്റെ കടയിലാണുള്ളത്. നമുക്ക് കുഞ്ചുന്റെ കടയിലെ വിശേഷങ്ങളിലേക്ക് പോകാം. ഞങ്ങളിവിടെ വരുമ്പോൾ ഈ കട നടത്തുന്ന കുഞ്ചു ചേട്ടനെ കാണാനില്ല. ചേട്ടനെ എവിടെയോ പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വരും. അപ്പോൾ നമുക്കപ്പോൾ ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ ഒന്ന് കാണാൻ പരിചയപ്പെടാം. ചേട്ടാ ഇവിടെ ഷെഫാണല്ലേ? ഓക്കെ. അപ്പൊ എന്താ ഈ കുടത്തിലിരിക്കുന്നത്? ബിരിയാണി. ചിക്കൻ ബിരിയാണിയാണ്. പിന്നെ നത്തോലി ഫ്രൈ ഉണ്ട്. പിന്നെ ഇതിലെന്താ അടച്ചിരിക്കുന്നത്? മുട്ടക്കറി. ഇതെല്ലാം ചട്ടിയിലാണല്ലേ? ചട്ടിയിലുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പൊ നിമ്മീന്റെ കറി ഉണ്ട്. നമ്മൾ വന്ന സമയം കുറച്ച് താമസിച്ചോ? ഗംഭീരമായിട്ട് വലിയൊരു തലക്കറി ഇരിക്കുന്നുണ്ട്. വാഴയില പൊള്ളിച്ചത്. ഇതെന്ത് മീനായി ഇരിക്കുന്നത്? ചെമ്പല്ലി. ഓക്കെ, ചെമ്പല്ലി. നെത്തോലി ഫ്രൈ ഉണ്ട്. കൊഞ്ച് മസാല, ചിക്കൻ ലിവർ. കണ്ടപ്പോ തന്നെ വയറ് പറയുന്നല്ലോ. ചപ്പ. ഇത് ചിക്കൻ റോസ്റ്റ് അല്ലേ? നാടൻ കോഴിക്കറി. പെപ്പർ ചിക്കൻ. പോത്ത് റോസ്റ്റ്. ഓക്കെ. അപ്പൊ ഇത് എല്ലാ ദിവസവും ഇത് തന്നെ ഉണ്ടാവും? താറാവ്, ഞണ്ടൊക്കെ ഞണ്ട് കഴിഞ്ഞ് കണവ കഴിഞ്ഞ് സീ ഫുഡിന്റെ ഒരു മേള തന്നെയാണ് തന്നെ. ശരിക്കും ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ? എല്ലാ ദിവസവും വരുന്നത്. തിരക്കി പിടിച്ചൊക്കെയാണ് ആൾക്കാർ വരുന്നത്. അപ്പൊ ഇന്ന് വിഷു ആണെങ്കിലും ഒത്തിരി കുറവുണ്ടായിരുന്നു. എല്ലാവരും വീട്ടിൽ സദ്യയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും നമ്മളെ ഭയങ്കര രസമുള്ളൊരു ആംബിയനാണല്ലേ ഇവിടെ. നല്ല സുഖമാണ് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ. നല്ല തണുപ്പും. നമ്മുടെ കട തന്നെയാണ് അപ്പുറം. കുഞ്ചുചേട്ടൻ ദേശിയാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ കുഞ്ചുചേട്ടൻ ഇവിടെ ഇല്ല, പുള്ളിക്കാരൻ വീട്ടിൽ പോയേക്കാണ്. അപ്പൊ നമ്മുടെ ചേട്ടൻ ഈ ഐറ്റംസ് ഒക്കെ തന്നെ കണ്ടോ? നല്ല ഇവിടെ നിൽക്കുമ്പോ തന്നെ ശരിക്കും പറഞ്ഞാല് വയറിങ്ങനെ നിറയാണ് കണ്ടിട്ട്. അടിപൊളിയാണ് കേട്ടോ ഇവിടെ ഒരു ആംബിയൻ. വന്നു അടുത്തത് ഇത് കേര. നമ്മുടെ കേരക്കറിയും വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കേരക്കറി. പിന്നെ 4 മണിക്കുള്ള കടിയൊക്കെ ഉണ്ടല്ലേ? ഓക്കെ. പഴംപൊരിയും പരിപ്പോടയും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് അപ്പുറത്തേക്ക് പോകാം. ഇപ്പൊ നമ്മള് ഇപ്പുറത്തെ കടയിലേക്ക് വന്നിരിക്കുക. അപ്പൊ ഇവിടെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നാടൻ മാത്രമേ ഉള്ളൂ, ഒരു സാധനം ഇല്ല പുറത്തൊന്നും. ഊട്ടിയിലെ പാഷൻ ഫ്രൂട്ടിന്റെ പ്രത്യേകത എന്താ? നല്ല സ്വീറ്റാണ്, നല്ല മധുരമാണ്. ഭയങ്കര മധുരം. ഇവിടെ അങ്ങനെ കാണാറില്ലല്ലോ അല്ലെ? ഇല്ല, സീസൺ ഭയങ്കര വിലയാന്ന് തോന്നുന്നു. കിലോ അല്ലേ? ആളുണ്ടോ എടുക്കാൻ? ഇവിടുത്തെ ഒരു സ്പെഷ്യൽ നാരങ്ങ വെള്ളത്തിന്റെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്, നാരങ്ങളുണ്ട്. ചേട്ടൻ അനിയനല്ലേ? പുള്ളിക്കാരനെ കാണാനില്ലല്ലോ? ഇവിടെ വീട്ടിൽ പോയി അല്ലേ? റോഡിന്റെ അപ്പുറം ഇപ്പുറം ശരിക്കും പറയാൻ നല്ല രസമുള്ള ആംബിയനാണ്. ഇവിടെ എത്ര നാളായി നിങ്ങൾ ഇത് തുടങ്ങി? 8 വർഷം കഴിഞ്ഞു. നമ്മുടെ ഈ ഒരു ഇതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലാണ്. പിന്നെ കസും അതോടൊപ്പം ഇഞ്ചി, നെല്ലിക്ക എല്ലാം വരും. നെല്ലിക്ക, കാന്താരി, പൈനാപ്പിൾ അല്ലേ? പൈനാപ്പിള്. ഈ നാരങ്ങ വെള്ളത്തിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എനിക്ക് ഒരുവിധം പച്ച നാരങ്ങ അല്ലേ? മണമില്ല. പച്ച നാരങ്ങ. മധുരം. ഷുഗർ.
ഇത് മിനറൽ വാട്ടർ അല്ല. ആ മിനറൽ വാട്ടർ തന്നെ ഐസാക്കുന്നത്. ആ അല്ലാതെ മിനറൽ വാട്ടർ ഐസ് ആക്കുന്നത്. ഓക്കെ ഓക്കെ. സാധാരണ ഇങ്ങനെ മിനറൽ വാട്ടർ ഒന്നും ആരും എടുത്ത് ഐസ് ആക്കാറില്ല. ഇവിടെ മിനറൽ വാട്ടർ തന്നെയാണ് ഐസ് ആക്കി കൊടുക്കുന്നത്. അതാകുമ്പോ നിങ്ങൾ സേഫ്, യെസ്, എല്ലാരും സേഫ്. നമ്മളെ സേഫ്. അതെ. വെടിയാനായിട്ട് ലാഭം. ആ ആ ഐസ് വെടിയാനായിട്ട് ആ ഇതാണോ ലാഭം? ഇത് സാധാ അതല്ലേ സോഡ ഉണ്ട്. പിന്നുള്ളത് പാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസ്. ഇതും സീസൺ ആണ് വരുന്നത്. ഓക്കെ. ഒരഞ്ഞ് പതഞ്ഞങ്ങ് വരുക. ഓക്കെ, റെഡി. ഏകദേശം എനിക്കൊന്നൊരു 750 ml ഓളം കാണും കേട്ടോ. ഈ ചൂട് സമയത്ത് ഇത് ഫുള്ള് കുടിച്ചില്ലെങ്കിൽ ഒരു രക്ഷയില്ല. എന്തായാലും ഞാൻ കുടിക്കാം. ഭയങ്കര ടേസ്റ്റ് കേട്ടോ, വെറൈറ്റി. പാഷൻ ഫ്രൂട്ട് അല്ലേ? ഇനി പാഷൻ ഫ്രൂട്ട് ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ? പാഷൻ ഫ്രൂട്ട്. ആ, പാഷൻ ഫ്രൂട്ടിന് അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട് അല്ലേ? ഇതിനകത്ത് പ്രത്യേകിച്ച് ഫ്ലേവറിന്റെ ഒന്നും ആവശ്യമില്ല. ആ ഒരു മണം ഇങ്ങനെ തന്നെ ഉണ്ട്. ഒരു പാഷൻ ഫ്രൂട്ടിൽ ഏകദേശം ഇതിപ്പോ 2 പാഷൻ ഫ്രൂട്ട് 4 നമുക്കൊരു ഏകദേശം ഫ്രഷ് അത്ര വരുന്ന അതിന്റെ അനുസരിച്ച് ചിലപ്പോൾ 4 വരും, ചിലപ്പോൾ 3 മതി, ചിലപ്പോൾ അത് പോരാ. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയാണോ അതോ വിപണി വരും? കാർഷിക വിപണിയിൽ. ഇതിലാകുമ്പോ പ്രത്യേകിച്ച് കസ്കസ് ആഡ് ഉണ്ടല്ലേ? അല്ല, ഒന്നും ചെയ്യില്ല. ഇത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ശകലം ഉപ്പ്, ഒരു നാരങ്ങ. ഇത് കൊടുക്കുന്നത് ഈ ഒരു കൊന്തയിലാണ്. ഒരെണ്ണം 50. നല്ല പൈനാപ്പിൾ ജ്യൂസ് പോലെ ഇങ്ങനെ തോന്നില്ലേ? ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് നീലേശ്വരത്ത് നിന്നുള്ളൊരു ഫാമിലിയാണ്. എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത്, ഇവിടെ കുറിച്ച് അറിഞ്ഞത്? സത്യത്തിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ദുബൈയിലാണ്. അപ്പോൾ ഇവിടെ ഈ കടയെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് കണ്ടപ്പോഴാണ് തൊട്ടടുത്ത് ഇതുപോലൊരു ഹോട്ടൽ ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പം നാട്ടിൽ അങ്ങനെ കുറേ നാൾ കൊണ്ട് നാട്ടിൽ വരുമ്പോൾ ഇവിടെ വരണമെന്നും പറഞ്ഞിരുന്നു. എന്തായാലും ഇന്നത് സാധിച്ചു. വലിയ ഹോട്ടലിലൊക്കെ പോയി ഫുഡ് കഴിക്കുന്നതിനേക്കാളും ഇവിടെ വന്നിരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു തൃപ്തി നല്ലതാണ്. സൂപ്പറായിരുന്നല്ലേ? അപ്പോൾ നമ്മൾ വിഷുവാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വീട്ടിൽ സദ്യയൊക്കെ സദ്യയായിട്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ പോയ വഴിക്ക് ജസ്റ്റ് കണ്ടു, അപ്പോൾ തന്നെ ഇവിടെ നിർത്തിച്ചു. അങ്ങനെ കയറിയതാണ്. വളരെ ഇഷ്ടപ്പെട്ടല്ലേ? കണ്ണിമാങ്ങ ഉപ്പിലിട്ടത് എത്ര എണ്ണം കാണും? അങ്ങനൊന്നുമില്ല. പിന്നെ നല്ല പക്കാവട വെളിച്ചെണ്ണല്ലേ? ഓക്കെ. പിന്നെ ഒറ്റ പ്രാവശ്യം വേറെ പലഹാരങ്ങളൊന്നും. പിന്നെ അവിലോസ്, ഇത് ഏത്തക്ക ഉണക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അല്ലേ? ഉണക്കി. ഇത് നമ്മുടെ നാടൻ മടക്കമ്പുളി, ഇവിടുത്തെ ലോക്കൽ. ഇത് മഞ്ഞപ്പൊടി നമ്മളുടെ. ഇത് കാന്താരി ഉപ്പിലിട്ടത്. കാലങ്ങളുള്ള ഇരുന്ന് ഉണക്കിയാടാ. നമ്മള് വെള്ളം ഒന്നും ഒഴിക്കാതെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ കേടായി പോലോ. പിന്നെ ഇത് തേനല്ലേ? അത് പൂവയുടെ പൊടി, പൂവ നീറ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അത് നമ്മുടെ നാടൻ ഇതിപ്പോ 100 രൂപ. നമ്മുടെ ഇവിടെ കാർഷിക വിപണി വരുന്നത് പൂമ്പുണ്ട്. പിന്നെ അതുപോലെ ഇത് ഒരു നമ്മുടെ വട്ടവിട ഊട്ടി ഫാഷൻ ഫ്രൂട്ട്. ഇത് മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് വരുന്ന ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ് ഊട്ടി പാഷൻ ഫ്രൂട്ട്. ഇത് അധികം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്തോ? നല്ല വിലയാണ്. നമ്മുടെ നാട്ടിലെ പാഷൻ ഫ്രൂട്ടിനേക്കാൾ ഡബിൾ മധുരമാണ് അല്ലേ? ഭയങ്കര മധുരമുള്ള സാധനമാണ് കാളിക്കാച്ചൻ. ഇതിന്റെ കളറ് വേവിച്ച് കഴിഞ്ഞാൽ ഓ അകത്തല്ലേ? അകത്ത് മറ്റേ വെള്ളമല്ല. കളർ കണ്ടോ? ഇതൊക്കെ നമ്മുടെ നാടനെയാ? ഇതൊക്കെ മേടിക്കാനാണല്ലോ. റെഡ് ലേഡി ഇത്ര വലുതല്ലേ? 2-3 കിലോ ആണല്ലേ? 2 കിലോ വരും. 2 കിലോ വരും. പിന്നെ നാടൻ എല്ലാം നാടനാണ്. നാടൻ ചിങ്ങപ്പയറ്.
ഇങ്ങനെയുള്ള ഐറ്റം. ഇവിടെ നാടൻ ജ്യൂസുകൾ മാത്രമല്ല നാടനായിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടുന്നുണ്ട്. ഈ സ്ഥലം എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലം കൊട്ടാരക്കര റൂട്ടില് ചീരങ്കാവിന്ന് മാർനാട് പുത്തൂർ റോഡിലാണ് ഈ കടയുള്ളത്. കുഞ്ചുവിന്റെ കട തിരക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇവിടെ വന്നാൽ മതി. ഇവിടെ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഇഷ്ടമുള്ള അത്രയും സമയം ഇരുന്ന് കഴിക്കാനുള്ള ഒരു ആംബിയനുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാടൻ ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഏതായാലും ഇവിടെ എത്തുന്നവർക്ക് നല്ല കിഡിലൻ ഒരു വൈബ് തന്നെയായിരിക്കും. ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബില്യൻസ് വിസ്മയ.